ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയുണ്ട്? അപ്പൊ ഇന്ന് വിഷയമൊക്കെ അല്ലേ? അപ്പൊ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് താഴെ കമന്റ് ചെയ്യാൻ കേട്ടോ. സോ ലെറ്റ്സ് മേക്ക് പൊറോട്ട. ഇത് പിന്നെ റെസിപ്പി അല്ല കേട്ടോ, എന്റെ അളാപ്പാന്റെ റെസിപ്പി കേട്ടോ, അതായത് നമ്മളെ ഇപ്പാന്റെ അനിയന്റെ. അപ്പൊ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. പെർഫെക്റ്റ് സോഫ്റ്റ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂൺ സോൾട്ടും 1 ടീസ്പൂൺ ഷുഗറും പിന്നെ 1 എഗ്ഗും പിന്നെ 1 ടീസ്പൂൺ ഓയിലും ചേർത്തിട്ട് നമുക്കൊരു ഡോ പോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും മിനിമം വെക്കണം കേട്ടോ. എന്നാൽ നമുക്ക് അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും. ഞങ്ങളും പണ്ട് വീട്ടിൽ ഞാൻ ട്രൈ ചെയ്തിരുന്നു കേട്ടോ, പക്ഷെ ഞങ്ങൾക്ക് ശരിയാവില്ല. നമ്മൾ ആ വീശിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് ഒരു മെത്തേഡ് ഉണ്ട്, അതിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ശരിയാവും. നിങ്ങൾ ഓരോ ഡോവായി എടുത്തിട്ട് നല്ലോണം ഒന്ന് വീശി കൊടുക്കുക, എന്നിട്ട് കത്തിയും കൊണ്ട് 2 സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് എണ്ണ എടുത്തിട്ട് നമുക്ക് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് എന്നിട്ടൊരു 10 മിനിറ്റ് വെക്കുക. നമുക്ക് ആ ചുറ്റിച്ച് കാണുമ്പോൾ ഒരു ജിലേബിന്റെ ഒക്കെ പോലെ തോന്നുന്നുണ്ടോ. പിന്നെ നമുക്ക് എന്താ, അത് നമുക്ക് പരത്തിയെടുക്കാം, നമുക്ക് കൈയോടെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ, അല്ലാതെ കോലൊന്നും വേണ്ട ആവശ്യമില്ല. എന്നിട്ട് പിന്നെ അടുപ്പിലിട്ട് വെച്ചിട്ട് ഓരോ സൈഡും എണ്ണ മറിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പൊറോട്ട ഉണ്ടാക്കണതിൽ മെയിൻ ആയിട്ടുള്ള പ്രോസസ് ആട്ടോ ഈ ഒരു പൊറോട്ട ഇടിക്കുന്നത്. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പൊറോട്ടയുടെ സെറ്റ് ആയിട്ടുണ്ട്, നമ്മൾ സോഫ്റ്റ് പൊറോട്ട. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട്. വലിയ ചെലവില്ല, ഒന്നാ സബ്സ്ക്രൈബ് ഇട്ട് ഒന്നാ നിർത്തിയാൽ മതി, നമുക്ക് ലാഭമായി. അപ്പൊ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യല്ലേ, ഒന്ന് ചെയ്തോക്ക്. അപ്പോൾ പറഞ്ഞ കാര്യത്തിന് തെന്നി മാറിക്കണം. അപ്പൊ നമ്മളെ എളാപ്പെട്ടല്ലോ പണ്ട് ഷെഫൊക്കെ കേട്ടോ, പണ്ട് ഈ ഹോട്ടലിലൊക്കെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആള്. അത് കുറെ കാലങ്ങൾക്ക് മുന്നേ കേട്ടോ. ഇപ്പൊ നമുക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല സോഫ്റ്റ് പൊറോട്ടയും പിന്നെ ബീഫ് കറിയും കൂട്ടിയിട്ട് അടിപൊളി. ഇപ്പൊ അങ്ങനെ എല്ലാരും ട്രൈ ചെയ്തൊക്കെ അല്ല. അപ്പൊ ഓക്കെ, ബൈ.